ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നല്ലൊരു മാഗീൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാഗി റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ നാടൻ രുചിയിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ മാഗി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെക്കാം. നോൺ സ്റ്റിക്കിൻ്റെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളാട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ് 250 ml ആണ്. അപ്പോൾ അതിനെ കൊണ്ട് 1.25 കപ്പ്. നിങ്ങൾക്ക് മാഗിയിൽ ആ പാക്കിൽ എത്ര വെള്ളമാണോ ഉള്ളത് അത്രയും എടുക്കാം. അപ്പോൾ ആ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി മാഗി, ഞാനിവിടെ ബിരിയാണി മാഗി ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ പൗഡർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഇട്ട ഭാഗം കുറച്ചൊന്ന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് ആ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കുറച്ചൊരു 1 മിനിറ്റൊക്കെ വെച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നന്നായിട്ട് വിട്ട് വരും. അപ്പം ഇങ്ങനെ മാഗി വിട്ട് വന്നിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എന്താക്കാം, ഒന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടിയും അടച്ച് വെച്ചിട്ട് ഇതിലെ വെള്ളം ഉണ്ടല്ലോ അത് മൊത്തം വറ്റുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം മാഗി നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കണേ. എന്നിട്ട് നമുക്കൊരു കോഴിമുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ ജസ്റ്റ് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ എഗ്ഗും മാഗിയും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇത്തിരി കുരുമുളകും. അപ്പോൾ ഇതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കട്ടോ, നമ്മൾ എഗ്ഗ് ചേർത്തതല്ലേ. അപ്പോൾ അതിൽ ആ ഒരു ഉപ്പും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകും കൂടി ചേർക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റിൻ്റെ അടുത്ത് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മൾ മാഗി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ അവസാനം ഈ എഗ്ഗും നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.